യുകെയിൽ ഇന്ത്യക്കാരിക്കു നേരെ ലൈംഗിക അതിക്രമം. വെസ്റ്റ് മിസ്റ്റാൻഡ് ഭാഗത്ത് ശനിയാഴ്ച രാത്രിയിലായിരുന്നു സംഭവമുണ്ടായത്. വംശീയ വിരോധം കാരണമുള്ള ആക്രമണമാണ് എന്നാണ് പോലീസിന്റെ നിഗമനം. അക്രമിയെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. സംഭവം നടന്ന സ്ഥലത്ത് നിന്നുള്ള അക്രമിയെന്ന് സംശയിക്കുന്ന ആളിന്റെ ദൃശ്യങ്ങൾ പോലീസ് പങ്കുവച്ചു. കറുത്ത വസ്ത്രം ധരിച്ച 30-നടുത്ത് പ്രായം വരുന്നയാളാണ് ദൃശ്യങ്ങളിലുള്ളത്. ഇയാൾക്ക് വേണ്ടി തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. 20-കാരിയായ പെൺകുട്ടിയാണ് അക്രമത്തിന് ഇരയായത്. ഇവർ ചികിത്സയിൽ കഴിയുകയാണ്. യുകെയിലെ ഓൾഡ്ബറിയിൽ സിഖ് യുവതി ബലാത്സംഗത്തിന് ഇരയായതിന് ആഴ്ചകൾക്ക് ശേഷമാണ് സമാനമായ മറ്റൊരു സംഭവം കൂടി ആവർത്തിച്ചത്. കോലാലംപൂരിലെ ആസിയാൻ ഉച്ചകോടിക്കിടെ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയെ കണ്ടു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് കൂടിക്കാഴ്ച. മാർക്കോ റൂബിയോയെ കാണാൻ സാധിച്ചതിൽ സന്തോഷമെന്ന് എസ് ജയശങ്കർ എക്സിൽ കുറിച്ചു. ഇന്ത്യ അമേരിക്ക ഉഭയകക്ഷി ബന്ധങ്ങളും അന്താരാഷ്ട്ര വിഷയങ്ങളും ചർച്ചയായതായും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യയിൽ നിന്നും ചൈനയിലേക്കുള്ള വിമാന സർവീസ് പുനരാരംഭിച്ചു. കൊൽക്കത്തയിൽ നിന്ന് ഗാങ്ഷുയിലേക്കായിരുന്നു ആദ്യത്തെ വിമാനം. ഇന്നലെ രാത്രി 10 മണിക്കാണ് ഇത് യാത്ര തിരിച്ചത്. നവംബർ 9 മുതൽ ഡൽഹിയിൽ നിന്നും ഷാങ്ഹായിലേക്ക് വിമാന സർവീസുകൾ തുടങ്ങും. ആഴ്ചയിൽ 3 ദിവസമായിരിക്കും ഈ സർവീസ് ഉണ്ടാവുക. കണ്ണൂർ കൊട്ടിയൂരിൽ ചരക്ക് ലോറി കൊക്കയിലേക്ക് മറിഞ്ഞ് ഡ്രൈവർ മരിച്ചു. തമിഴ്നാട് സ്വദേശി സെന്തിൽ കുമാറാണ് മരിച്ചത്. പാൽച്ചുരം റോഡിലാണ് അപകടമുണ്ടായത്. ഒരാളെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ രാത്രി 11:30ഓടെയാണ് അപകടം. കോട്ടയത്ത് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് യുവതിക്ക് ദാരുണാന്ത്യം. MC റോഡിൽ കുറവിലങ്ങാടിനടുത്താണ് സംഭവമുണ്ടായത്. കണ്ണൂർ പേരാവൂർ സ്വദേശി സന്ധ്യയാണ് മരണപ്പെട്ടത്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇറക്കത്തിൽ നിയന്ത്രണം നഷ്ടമായ ബസ് മറിഞ്ഞു എന്നാണ് വിവരം. ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സുപ്രധാനമായ ഒരു നീക്കമുണ്ടാവുകയുണ്ട്. കമ്മീഷന്റെ സുപ്രധാനമായ വാർത്താസമ്മേളനം വിളിച്ചിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താസമ്മേളനം ഉച്ചയ്ക്ക് ശേഷം നടക്കും. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണ തീയതി പ്രഖ്യാപിക്കാനാണ് സാധ്യത. വൈകിട്ട് 4:15 വിഗ്യാൻ ഭവനിലാണ് വാർത്താസമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. SIR നീട്ടിവെക്കണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാർത്തിക് ചേരുന്നുണ്ട്. കാർത്തിക്, ഏറെ പ്രധാനപ്പെട്ടതാണ് ഈ നീക്കം. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി കേരളത്തിൽ ഇതുണ്ടാകുമോ ഇല്ലയോ എന്ന് ആശങ്കയുയർത്തുന്ന കാര്യമുണ്ട്. എന്തായാലും താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള നിർദ്ദേശം സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നൽകിയിരുന്നു. എന്തായാലും ഇന്ന് ഈ വാർത്താ സമ്മേളനത്തിൽ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലെ ഒരു തീയതി പ്രഖ്യാപനം നമുക്ക് പ്രതീക്ഷിക്കണം. തീർച്ചയായും പ്രതീക്ഷിക്കണം. കാരണം ബീഹാറിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷം പാൻ ഇന്ത്യ SIR നടപ്പാക്കും എന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു. 10 മുതൽ 15 സംസ്ഥാനങ്ങൾ വരെ ആദ്യഘട്ടത്തിൽ നടപ്പാക്കുമെന്നാണ് വ്യക്തമാക്കിയിരുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ആസാം, പുതുച്ചേരി, കേരളം, ബംഗാൾ, തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംബന്ധിച്ച പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ തന്നെ സംസ്ഥാനം ഇത് മുന്നിൽ കണ്ട് ഭരണ പ്രതിപക്ഷ ഭേദമന്യേ നിയമസഭയിൽ പ്രമേയം പാസാക്കിയിരുന്നു. ആ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടത് ഇത് നീട്ടിവെക്കണം കേരളത്തിൽ എന്നതാണ്. അത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെ അറിയിച്ചിരുന്നു. അദ്ദേഹം ഡൽഹിയിൽ പങ്കെടുത്ത യോഗങ്ങളിൽ കേരളത്തിന്റെ വികാരം പങ്കുവയ്ക്കുകയും ചെയ്തു. കേരളത്തിന്റെ ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ അത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഗണിക്കുമോ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. നവംബർ 1 തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ആരംഭിച്ച് ഫെബ്രുവരി ആദ്യ വാരത്തോടുകൂടി അത് പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. കേരളത്തിൽ ഈ സമയപരിധിയിൽ ചെറിയ പ്രതിസന്ധിയുണ്ട്. കാരണം ഈ സമയത്തായിരിക്കും കേരളത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടെടുപ്പുകൾ നടക്കുക. നവംബർ ആദ്യവാരം തന്നെ ഇത് സംബന്ധിച്ച വിജ്ഞാപനം വരും. ഡിസംബർ 20 മുമ്പായി പുതിയ ഭരണസമിതി അധികാരം ഏൽക്കുന്ന തരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. സ്വാഭാവികമായും തദ്ദേശ തെരഞ്ഞെടുപ്പിനൊപ്പം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം കൂടി വരുന്നത് ചില പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നുണ്ട്. അത് തന്നെയാണ് കേരളം നേരത്തെ ചൂണ്ടിക്കാട്ടിയതും. കേരളം മുന്നോട്ട് വെച്ച ആവശ്യം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിക്കുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. 2002 കേരളത്തിൽ അവസാനമായി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടന്നത്. അന്ന് 2.24 കോടി വോട്ടർമാർ. എന്നാൽ 2025 ഇത് 2.74 കോടി വോട്ടർമാർ. അതായത് ഏതാണ്ട് 54 ലക്ഷത്തോളം പേർക്ക് രേഖകൾ ഹാജരാക്കി പുതിയ വോട്ടർ പട്ടികയിൽ തീവ്ര വോട്ടർ പട്ടികയിൽ പേര് വരണമെങ്കിൽ
നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അത് വലിയ തോതിൽ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്നുമുണ്ട്. കാരണം ഈ കാലയളവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നതുകൊണ്ട് തന്നെ എന്തായാലും ബൂത്ത് ലെവൽ ഓഫീസർമാർ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി മുന്നോട്ട് പോയാൽ മറ്റ് തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ എങ്ങനെ പൂർത്തിയാക്കും, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങളും മറ്റ് പ്രവർത്തനങ്ങളും എങ്ങനെ പൂർത്തിയാക്കും എന്നൊരു ആശങ്കയുണ്ട്. എന്തായാലും കേരളം അടക്കം മുന്നോട്ട് വെച്ച ആശങ്ക കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണക്കിലെടുക്കുമോ എന്നതാണ് നിർണായകം. തമിഴ്നാട് മുഖ്യമന്ത്രി അടക്കം പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് SIR നടപ്പാക്കാൻ മുന്നോട്ട് പോകുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തമിഴ്നാട്ടിലടക്കം അത്തരത്തിൽ നടപ്പാക്കും എന്ന വാർത്തകൾ സജീവമാകുന്നു. ആ ഘട്ടത്തിൽ കൂടിയാണ് ഈ പ്രതികരണം നോക്കിക്കാണേണ്ടത്. AIDMKയുടെയും BJPയുടെയും കണക്കുകൂട്ടൽ തമിഴ്നാട്ടിൽ തെറ്റും എന്ന തരത്തിലുള്ള പ്രതികരണമാണ് സ്റ്റാലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. സ്വാഭാവികമായും ഇന്ന് വൈകിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ SIR പ്രഖ്യാപിക്കുകയാണെങ്കിൽ അത് ഒരു രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് കൂടി വഴിവെക്കുന്ന ഒരു തീരുമാനമായിരിക്കും. സജിത്ത്, യെസ്, അതാണിന്ന് ഇലക്ഷൻ കമ്മീഷൻ ഇന്ന് പ്രതീക്ഷിക്കുന്നത്. SIR പ്രഖ്യാപനം, തീയതി പ്രഖ്യാപനം ഉണ്ടായെങ്കിൽ കേരളത്തിലെ തുടർ രാഷ്ട്രീയ വിവാദങ്ങളിൽ മുഖ്യ നീക്കം കൂടിയായി അത് മാറുകയാണ്. കാരണം കേരളത്തിൽ ഭരണ പ്രതിപക്ഷ കക്ഷികൾ ഒന്നടങ്കം SIR നടപ്പിലാക്കുന്നതിനെ എതിർത്തിരുന്നു.